Okay, good morning to all. We'll start class start okay, with prayer, thought of today, and sign. ആരും prayer ഇല്ലേ? Good morning, all. Good morning, my dear friends. Bless us today, oh God. Bless our teacher. Bless my dear friends. Please bless our family and our children. Give the strength to overcome all the struggles we go through. Thank you for the wonderful day. Thank you. Come in. Thought of the day. Life is the best school, hardship is our best teacher. Problem is the best assignment and failure is the best revision. ജീവിതമാണ് ഏറ്റവും നല്ല വിദ്യാലയം, കഷ്ടപ്പാടാണ് നമ്മുടെ ഏറ്റവും നല്ല ഗുരു, പ്രശ്നങ്ങളാണ് ഏറ്റവും നല്ല അസൈൻമെന്റ്, പരാജയമാണ് ഏറ്റവും നല്ല റിവിഷൻ. താങ്ക് യു മാം. സൈൻ ഇന്ന് പഴം പൊരിക്കുന്നത് എങ്ങനെയാന്ന് പറയട്ടെ മിസ്സേ? നേന്ത്രപ്പഴം എടുത്ത് 1 കിലോ നേന്ത്രപ്പഴം എടുത്ത് കട്ട് ചെയ്ത് വെക്കുക. തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മൈദ മാവ് എടുത്ത് പഞ്ചസാരയും അല്പം ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കലക്കുക. ഒരു ദോശന്റെ പരുവത്തിലല്ല, കുറച്ച് കട്ടിയില്. എന്നിട്ട് എണ്ണ ചൂടാവുമ്പോ ഈ പഴം എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് പൊരിക്കുക. നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോ കോരി എടുക്കുക. പഴം പൊരി റെഡി ട്ടാ. എന്റെ മിസ്സേ കൊല്ലരുത്. ഇല്ല എങ്ങനെയാലും banana, take banana, add some sugar, some salt, some water, mix well, oil, put it gas, thick consistency, വേണ്ട മിസ് ഇത്ര പോലെ. And banana cut it, paste the wheat, put it the oil, crunchy, ready to banana fry. Okay, miss, thank you. ഇത് ഞാൻ മറക്കൂല കേട്ടോ. സൈനിനെ ആരും പറയാനില്ലായിട്ട് ഞാൻ പറഞ്ഞു. മിസ് അടുത്ത മിസ് കുറച്ചെല്ലാം കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ തീരെ ഒന്നും ഉണ്ടലില്ല. അതെ, അത് പക്ഷെ കുറച്ചുകൂടെ അറിയുന്ന എത്രയോ ആൾക്കാർ ഇതിലുണ്ട്. അവരെല്ലാം ഇനി അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യട്ടെ. ഇങ്ങനെ പഠിക്കാലോ ഇംഗ്ലീഷ്. ഓക്കെ. Okay, so എന്തൊക്കെയുണ്ട് വിശേഷം? ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? How was your Christmas and your vacation? പോയോ? നീ ചോദിച്ചാൽ പോലും മിണ്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് വെക്കേഷൻ? എങ്ങനെയുണ്ടായിരുന്നു?
കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് കഴിച്ച്. നമ്മളെ നാട്ടിൽ അത്രേ ഉള്ളൂ ക്രിസ്മസ്. കാരണം ക്രിസ്ത്യൻസ് കുറവാ. റേറായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിലുണ്ട്. നമ്മളെ നാട്ടിലൊന്നും ഇല്ല. അതാണ്. പക്ഷെ മാഹി പള്ളിയെല്ലാം നമ്മുടെ അരിയത്താണ് ക്രിസ്ത്യൻസിന്റെ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് കാര്യം ചെയ്യാം. കുറച്ച് ദിവസങ്ങൾ വെക്കേഷൻ ഉണ്ടായിരുന്നു, ക്രിസ്മസ് ആയിരുന്നു. സോ ക്രിസ്മസ് ആഘോഷിക്കാത്തവരുണ്ട്, ആഘോഷിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. സോ വെക്കേഷൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ക്രിസ്മസ് എങ്ങനെ ആഘോഷിച്ചു, വെക്കേഷൻ നിങ്ങൾ എവിടെയെങ്കിലും പോയോ, എന്തായിരുന്നു നിങ്ങളുടെ വെക്കേഷൻ ടൈമിലെ എൻജോയ്മെന്റ്സ്, എങ്ങനെയൊക്കെ ആയിരുന്നു, അത് ആ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഒരു ബ്രീഫ് നോട്ട് പോലെ ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, ഇല്ല സിസ്റ്റർ, നമുക്ക് കുറെ ആക്ടിവിറ്റി തന്നിട്ടുണ്ടേനു. അപ്പൊ ചെയ്തിട്ടൊന്നും ഇനിയും തീർന്നിട്ടില്ല. നമ്മളതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. നടക്കില്ല. എനിക്ക് കേൾക്കണം. ഇപ്പോ ഞാനിപ്പോ ചുമ്മാ നിങ്ങളോട് നോട്ട് ചെയ്താൽ പറയാറുണ്ട്. എന്തെങ്കിലും ടോപ്പിക് തന്നിട്ട് നോട്ട് ചെയ്താൽ പറയും. അത് എനിക്ക് സമയം പോകാനോ നിങ്ങൾക്ക് ടൈം പാസിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല കേട്ടോ. അതിന് റീസൺ ഉണ്ട്. എന്തായിരിക്കും റീസൺ, എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നത്. എന്തെങ്കിലും ഞാൻ നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നീട് റീസൺ എന്താണ്? അത് നമുക്ക് സ്വന്തമായിട്ട് ടീച്ചർ ആയിക്കഴിഞ്ഞാൽ ഉപകരിക്കും. കോൺഫിഡൻസ് ഇടണം. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം അല്ലെ? നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്തിനാണ്? ആ ലാംഗ്വേജ് സ്കിൽ എന്തിനാണ്? സംസാരിക്കണം അല്ലെ? നമുക്ക് IELTS കോച്ചിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു 4 എക്സാം ഉണ്ട്, അറിയോ? അറിയാലോ എല്ലാവർക്കും. IELTS കോച്ചിങ്ങിനുള്ള എക്സാം 4 എക്സാംസ് ഉണ്ട്. ഏതൊക്കെയാണ്? റൈറ്റിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ്. ഇത് 4 ഇമ്പോർട്ടന്റ് ആണ്. ഒരു ലാംഗ്വേജില് നമ്മൾ ഈ 4 കാര്യങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മലയാളം എടുക്കാം. നമുക്ക് മലയാളം നമുക്ക് സംസാരിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, കേട്ടാൽ മനസ്സിലാകും, വായിക്കാൻ അറിയാം. ശരിയല്ലേ? ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിലോ വായിക്കാൻ അറിയാം, കേട്ടാൽ കുറച്ച് മനസ്സിലാവും, എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ പറയാന് അറിയില്ല. അതിനി പഠിക്കണം. എഴുതാൻ അറിയാമ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നാണ്. അതെ, അല്ലാണ്ട് ഒറ്റയ്ക്ക് എഴുതാൻ അറിയില്ല. അങ്ങനെയാണ് ആ സ്കില്ല് വേണ്ടത്. നമുക്ക് ഇമാജിൻ ചെയ്ത് നമ്മുടെ ഓൺ വേർഡ്സിൽ നമുക്ക് എഴുതാൻ പറ്റണം. അതാണ് റൈറ്റിംഗ് സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് പറയുന്ന കാര്യം കേട്ടിട്ട് എഴുതാൻ പറ്റുന്നു എന്നല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് MA ചെയ്യുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ കേട്ടാൽ കുറച്ച് മനസ്സിലാകും, വായിക്കാൻ അറിയാം. ഈ 2 കാര്യം മാത്രം. വായിക്കാൻ നന്നായിട്ട് അറിയാം, ഓക്കെയാണ്. കേട്ടാലോ ലിസണിങ് കുറച്ച് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. അത് ഞാൻ നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് അല്ല പറയുന്നത്, പൊതുവെ ദേശീയ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് അറിയാലോ. കേട്ടാൽ കുറച്ചെങ്കിലും മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, പക്ഷെ ഒട്ടുമില്ലാത്ത കഴിവുകൾ ഏതൊക്കെയാണ്? സ്പീക്കിംഗ് ഇല്ല, അതുപോലെ തന്നെയാണ് റൈറ്റിംഗ്. ശരിയല്ലേ? ശരിയാണോ? എഗ്രി ചെയ്യുന്നുണ്ടോ? അതെ. അപ്പോ ഈ സ്കില്ലെല്ലാം നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കണ്ടേ, വേണ്ടേ? മിസ്സേ, ഇപ്പൊ അടുത്ത ക്ലാസ്സിലാണോ മിസ് നമ്മൾ ക്രിസ്മസിനെ കുറിച്ചിട്ട് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്? ഇപ്പോഴാണോ? എന്റെ ക്ലാസ്സില് ആക്ടിവിറ്റീസ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ആക്ടിവിറ്റീസ് ആർക്കും കൊടുക്കാറില്ല. മീൻസ് നിങ്ങൾക്ക് ആക്ടിവിറ്റി വർക്ക് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടോ ഒന്നും ഞാൻ കൊടുക്കാറില്ല. ഓൺ സ്പോട്ടിൽ എഴുതാം. ദാറ്റ്സ് ഓൾ. എന്ന് എഴുതുന്നു, ഇന്ന് നമ്മൾ വായിക്കുന്നു, കംപ്ലീറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, എനിക്ക് റെഫർ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. മീൻസ് നിങ്ങൾ ഫോണിൽ നോക്കാമല്ലോ, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം, അങ്ങനെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എനിക്ക് അതല്ല ആവശ്യം. നിങ്ങൾക്ക് ഇപ്പോ കറന്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത് ഇമാജിൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഓൺ വേർഡ്സിൽ എഴുതാം. അതാണ് എനിക്ക് വേണ്ടത്, റെഫർ ചെയ്തിട്ടുള്ളതല്ല. നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനുണ്ട്, ഇതെല്ലാം എനിക്ക് അറിയണം, നിങ്ങൾക്കും അറിയണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഏതാണ് വീക്ക് പോയിന്റ് ഏതാണ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ എന്ത് വർക്ക് വന്നാലും ഒന്നും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? മിസ്സിന്റെ ക്ലാസ്സിൽ എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ടേ വരൂ ഇംഗ്ലീഷ്. ഞാൻ വേറെ ഏതെങ്കിലും ടോപ്പിക് എടുക്കും.
ആയിക്കോട്ടെ, അതിനെ നമ്മൾ അതിജീവിക്കും. അതെ, അങ്ങനെ വേണം, ആ കോൺഫിഡൻസ് വേണം. ആ, അതെനിക്ക് നമ്മുടെ ഇഷ്ടം. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതേണ്ടത്രേ ഉള്ളൂ. ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വെച്ചോളൂ. പക്ഷെ എനിക്ക് വേണ്ടത് അതല്ല. നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ നിങ്ങൾ അവസാനിപ്പിക്കാം. There is no Christmas celebration near my home and in my home. That's all. കഴിഞ്ഞു. ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവസാനിച്ചു. പക്ഷെ എനിക്ക് അതല്ല ആവശ്യം. എക്സാജറേറ്റ് ചെയ്ത് എഴുതാം, പെരുപ്പിച്ച് എഴുതാം, ഇല്ലാത്തത് ഉണ്ടെന്ന് എഴുതാം. എങ്ങനെ ആഘോഷിക്കും, എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിക്കേണ്ടിയിരുന്നത്. ഞാൻ പക്ഷെ ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. എന്റെ വീട്ടിൽ അങ്ങനെ ആഘോഷങ്ങൾ ഉണ്ടായിട്ടില്ല. വെക്കേഷൻ വന്നു, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, എൻജോയ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണ്? നിങ്ങൾ ഇമാജിൻ ചെയ്യാം, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അവിടെ പോയിരുന്നു, അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ഫുഡ് ഉണ്ടാക്കി, മറ്റു ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്യാം. കാരണം ആഘോഷിക്കാത്തവരും എങ്ങും പോകാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞു. എവിടെയെങ്കിലൊക്കെ പോയി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് എഴുതാം. അതായത് ഒന്നും ഉണ്ടായില്ല എന്ന് എഴുതാൻ പാടില്ല. അതാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? അപ്പോ എവിടെയും നോക്കണ്ട. നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് ജോയിൻ ചെയ്ത് ഒന്ന് എസ്സേ പോലെ എഴുതാം. അത്രയേ ഉള്ളൂ. കിട്ടാവുന്ന വേർഡ്സ് ആലോചിക്കുക. ഒരിക്കലും ഫോൺ നോക്കാൻ പാടില്ല, ആലോചിക്കണം. ഇപ്പൊ ഒരു മലയാളം വേർഡ് എടുത്തിട്ട് അത് ഇംഗ്ലീഷ് കിട്ടുന്നില്ല, ആലോചിക്കുക, നന്നായിട്ട് ആലോചിക്കുക. ഓക്കെ, ഒരിക്കലും ഗൂഗിൾ എടുത്ത് നോക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാണ്. നമ്മുടെ ശരിക്കും പറയാൻ നമ്മുടെ ബ്രെയിനിന് ഇപ്പൊ വലിയ ഉപയോഗങ്ങളൊന്നും ഇല്ല. ഒന്ന് ആലോചിക്കുക. നിങ്ങള് ഏതെങ്കിലും മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വയനാട് ഉണ്ടാവും. എന്തെങ്കിലും കാര്യം പാസ്വേഡ് ആയിക്കോട്ടെ. പണ്ടുള്ള എല്ലാ വീട്ടിലത്തെ നമ്പറും കാണാൻ പാടറിയാനും, പക്ഷെ ഇപ്പൊ മൊബൈൽ വന്നേരെ അത് പോയി. അതാണ്, പണ്ട് എല്ലാവരും നമ്പർക്കൊക്കെ അറിയായിരിക്കണം. അത് നമ്മൾ നോട്ട് ചെയ്തെങ്കിലും വെക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ, പാസ്വേഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൈൻഡിലാണ് നോട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്, നമ്മുടെ ഫോണിലാണ് ചെയ്യുന്നത് എല്ലാം. അതുകൊണ്ടെന്താണ് നമുക്ക് മെമ്മറി പവർ ഇല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? നമ്മളത് യൂസ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു കാറ്, നിങ്ങളൊരു പുതിയൊരു കാറ് വാങ്ങിയെന്ന് വിചാരിക്കും. 2-3 വർഷം അല്ലെങ്കിൽ 2-6 മാസത്തേക്ക് കാർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പഴയതുപോലെ ആ കാർ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല സർ, പറ്റില്ല. അത് എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ്, സാധനവും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ഓൾറെഡി അങ്ങനെ തന്നെയാണ്. നമ്മള് ഒരു 2-3 മാസത്തേക്ക് ബെഡിൽ തന്നെ അനങ്ങാട്ടത് കിടന്നു നോക്കി, നമുക്ക് പിന്നീട് എണീറ്റ് നടക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടായിക്കോളും അല്ലെ? നമ്മളെന്താണ് അത് യൂസ് ചെയ്യണം. അതുകൊണ്ട് ആലോചിച്ച് നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പറ്റാവുന്ന രീതിയിൽ മിസ്റ്റേക്സ് വരും കേട്ടോ, ഷുവറാണ്. മിസ്റ്റേക്സ് എന്തായാലുണ്ടാവും, എഴുതാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാനോ നമുക്ക്? കഴിയുന്നവര് എന്നോട് പറയുക, ഫിനിഷ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ചെയ്യാം, ഞാൻ വിളിക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ എഴുതണം കേട്ടോ. ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ എഴുതിയത് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു എക്സാജറേറ്റ് ചെയ്ത് എഴുതാൻ നോക്കാം. അതിനുശേഷം ഞാൻ ഓരോരുത്തരെ വിളിച്ച് ഇത് വായിക്കാം. ഒരുപാട് ടൈം എടുക്കുകയാണ്, കൂടിപ്പോയ 12-15 വരെ. ഓക്കെ, 15 മിനിറ്റ്സ് വായിക്കാൻ സമയം വേണം. കേട്ടല്ലോ? ഇനി വർക്കാണ്, മിസ് വർക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇനി വീട്ടിൽ പോകരുത്. ലീവ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരാം. കാരണം ഈ ക്ലാസ്സിൽ ഗ്രാമർ ക്ലാസ് മാത്രമല്ല, ഞാൻ പറഞ്ഞതാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത്, ഗ്രാമർ ക്ലാസ് മാത്രമല്ല, എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഓക്കെ. എല്ലാവരും എഴുതാണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. എഴുതാണോ എല്ലാവരും? റെഡിയാണോ? Yes, ma'am. Okay, very good. So, your time starts now. എഴുതിക്കോളൂ കേട്ടോ. ഇവിടെ തന്നെ ഇങ്ങോട്ട് പോയിട്ടില്ല, പക്ഷെ ഞാൻ കോപ്പി ചെയ്യാം. ഓക്കെ.
ഉം.
ഓക്കെ ഫസ്റ്റ് റുബീന വായിക്കൂട്ടോ. ഓർഡറിൽ തന്നെ വായിച്ചു പോവാം. ഫസ്റ്റ് റുബീന. My Christmas experience. In my home, decorate the wall with decorating lights, and after some days, a group of children and a boy dressed like Santa, and they danced with song and enjoyed. Also, make us happy from our home, and give them a money for making them happy. And in the Christmas day, we make biryani and cut cake. My children, we wear the red and white costume and take photos. We enjoyed our Christmas well. Thank you, Miss. Okay, റുബീന. Then Vidula. Yes, ma'am. These days are very relaxing and get more chilled. And I will relax at home and enjoy my free time. This vacation I spend with my family. The climate is very cold, and the climate is very cold, and I sleep well and wake up slowly. Later, we watched movies and shared stories about our lives. And we are celebrating our Christmas in Smart City class, most interesting and entertainment. I feel enjoy each moment. This vacation day was special because it helped and us bond more and create beautiful memory together. We helped each other with small household work and enjoyed a homemade meal. Spending time with my family made me feel peaceful and loved. Thank you, ma'am. Okay, Vidula. Then Ansi. Ansi ക്ലാസ്സിലുണ്ടോ? Okay, next is Sapna. My Christmas vacation. My Christmas vacation was started with our Christmas celebration conducted by Mallus of Coast Guard residential area. For that, we have collected 500 rupees from each and buy chapati. Okay. വായിക്കുന്നു അൻസി. മിസ് കേക്കാമോ? അൻസിക്ക് റേഞ്ചിന്റെ പ്രശ്നം തോന്നുന്നു, അതാ ലേറ്റ് ആയിട്ട് വരുന്നത്. അതെയോ? കേക്കാമോ? Okay. സപ്ന ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അൻസി അത് കണ്ടിന്യൂ ചെയ്യട്ടെ. Okay, fine. Okay, അൻസി പറഞ്ഞോളൂ കേട്ടോ, കേൾക്കാം. കേക്കാമോ? I enjoyed a lot my Christmas vacation. When we think about Christmas in our mind, first come out the picture of Christmas tree and grass house and star also. My children make Christmas tree and star in our house. In vacation days, we have guests also. My husband's brother, wife, and their children. So we enjoyed a lot. We brought chicken and make pasiri and eat together. It's a wonderful experience. And we also cut Christmas cake also. My son go to Christmas carol with his friends. It's a wonderful Christmas vacation. But I have on regret, I cannot I cannot attend the Smart Tree Christmas celebration because I have a marriage function. So ഇത്രേ ഉള്ളൂ മിസ്, ഇത്രേ ഉള്ളൂ. Okay, Ansi. Yeah, clear. Okay, സപ്ന കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. Okay, my Christmas vacation. My Christmas vacation was started with our Christmas celebration conducted by Mallus of Coast Guard residential area. For that, we have collected 500 rupees from each and buy chapati and cakes, chicken, vegetable, etc., decorations, etc. Chicken curry for non-vegetarians and paneer for vegetarians.
We prepared the dinner together, enjoyed the moment very much. One of us was prepared wine and cakes. It was ladies and kids kitty party. Enjoyed by taking wines, take dinner, and lots of fun with. We danced and sing. The celebration ended till 2 a.m. Later, our husbands were also joined. It was a nice Christmas celebration. Next day, there was a lot of work given from my school regarding to science exhibition, which was going on 18th January. Done some work given in Montessori classes and listened some classes which I lost. I am afraid that I am going back in my studies and due to my job, but I decided I will never go back. 28th, we went for a tour in Kileshwar Temple and Jambavan Cave. Kileshwar Temple was in jungle and went through that jungle. So many animals like deers, leopards, etc. There was a lake. I liked that journey, and there was a lake in that temple. I feed food for fishes. Pray well. Pray well. We took lunch from home because there was no hotels there. Jambavan Cave is another destination. Jambavan Cave was our another destination. The cave believed that the Jambavan and his family in Ramayana lived. There was very cold inside the cave. Liked the tour very much. The next day, my children got fever and all. We went to hospital. Overall, I enjoyed my vacation very much. I lost Montessori Smart Streets Christmas vacation celebration due to my job. I enjoyed this vacation very much. Thank you, ma'am. അടുത്ത ആൾ ആരാന്ന് വെച്ചാ വായിച്ചോ, പേര് എഴുതിയതനുസരിച്ചിട്ട്. Okay, I will read. I celebrated Christmas very happily, joyfully with the family. I decorated the house with the stars, light. We made a beautiful crib with a lot of light. It was looking very beautiful. Crib includes small house which made of hay and kept all three kings, shepherd, sheep, Joseph, Mother Mary, and infant Jesus. Near the crib, we made a Christmas tree, and the tree was decorated with the glittering lights, small stars, hangings, Christmas cards, etc. On Christmas Eve, I, with the family, went to church to participate in the Holy Mass. The church was looking so beautiful because of decorated stars, Christmas trees, crib, etc. Before the Holy Mass, there was a Christmas song sung by church choir. After the Holy Mass, there was a carol sung, and we had a Christmas cake and coffee and all that provided by the church. During the Holy Mass, there was a procession around the church by holding the lighted candles. Church service was taken about 5 hours, but it was so blessed, peaceful, happy day, and we greeted Christmas greetings to our dears and neighbors, friends, etc. Before 2 days of Christmas, we had a carol service. We went to each house with a carol songs with a Christmas cap and a red and white Christmas attire. On Christmas Day, my son he arrived that day, so it was so special for me to celebrate Christmas. On Christmas Day, the breakfast was appam and chicken stew, and we had a delicious lunch with mutton biryani.
and we distributed Christmas cake to our neighbors and friends, and we invited our neighbors to Christmas lunch, and we had a lunch together. So it was very happy moment. On evening, we went to watch a film named Sarvamaya. The movie was so good and we enjoyed. After the movie, while coming back from the theater, we had dinner from Tattukada. It was parota and beef and it was spicy and delicious. Thus, we celebrated Christmas with the family and it was so good, memorable, happy, joyful, peaceful day. Thank you. ഞാൻ വായിക്കാം. We are celebrated Christmas on December 25th. We went to the church for prayer. We cut the cake. We are prepare very delicious food items. Everyone participate the cooking. Everyone eat the tasty food. We are visiting family members' house. We buy sweets and many gift items. We are enjoy the Christmas. We play Christmas games. We went to see the Christmas first. We are enjoy in the Christmas with family. Okay, yeah, my Christmas vacation. During my vacation time, I visit my mother's house, and also my younger sister, she was carrying. So we had a surprise mom to be for her, and we enjoyed a lot in that day. Then I didn't go anywhere because my son, he not well, and I make some food. I love to prepare food, so I make some dishes like biryani, snacks, etc. And I'm in my mother's house. So this winter season, we all like to sleep more. So we also slept more like a free bird. Thank you. അടുത്തത് ഞാൻ വായിക്കാം. ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കി എഴുതിയതാണ് കേട്ടോ. ഞാൻ ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്തില്ല. I will enjoy the small celebration in Christmas with my family. My home with the decorate Christmas tree, stars, and colorful lights. In the evening, Santa Claus with the Carol Sangam is reached my house. They are singing and dancing, and they give chocolate my children. Then I have bring the small cake and cut them, and I will prepare to biryani and eat it to my family. It's all my Christmas celebration. True. മിസ് ഇല്ലേ? മിസ്സായി തോന്നുന്നു. ലെഫ്റ്റ് ആയി തോന്നുന്നു അല്ലേ? സംശയം തോന്നുന്നു. ഇതില് കാണുന്നില്ല അല്ലേ? ഇല്ല. മിസ്സിംഗ് ആണ്. ഇല്ല. മിസ്സായി. അയ്യോ, ഞങ്ങളുടെ മിസ്സായി. ആരെങ്കിലും കണ്ടവരുണ്ടോ? നെക്സ്റ്റ് ആരാ വായിക്കണ്ടേ? നമ്മുടെ ഇംഗ്ലീഷ് കേട്ട് ആകെ 12 ആൾക്കാരെ ഇതിലുള്ളൂ. അവരെല്ലാരും വായിച്ചു അതെ, തോന്നല്ലേ? നമ്മള് വായിക്കണ കേട്ടത് ഓടിപ്പോയതാണെന്തോ. സത്യമായിട്ട് ചിലപ്പോ അങ്ങനെയായിരിക്കും. മിസ്സിന്റെ ബോധം പോയി. എങ്കിൽ ഞാൻ വായിക്കട്ടെ. പുതിയ ഒരാളുണ്ട് കേട്ടോ. വായിച്ചോ? ആരാത് പുതിയ ആള്? പുതിയ ആള് എന്റെ ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ് ആണ്. പുതിയതൊന്നല്ല, ഞാൻ പഴയ ആളന്നെ. പേര് ശ്രീജ, ഫ്രം വയനാട്. ഫ്രം വയനാട്. ആ, ഞാൻ വായിക്കട്ടെ. Good afternoon, everybody.
am from Wayanad. Here climate is very cold. First day I went nearby temple. There was Udayatamana Puja, 7 a.m. to 7 p.m. Next day I went Dandal Hospital. I, my sister-in-law, my daughter, and 2 children. Next day, nothing. I did my works at home and took rest. I went my working school. There was a reunion program. I went there that day. One day I prepared biscuit fry and banana fry. Next day I went town and bought some stickers related with our record books. Okay, thank you. ക്രിസ്മസിനെ കുറിച്ചിട്ടാ പറയണ്ടേ? ശ്രീ എന്നാ ആരിപ്പോ ഇവിടെ വായിച്ചേ? ശ്രീജ ശ്രീജ. നമ്മള് ഇവിടെ ക്രിസ്മസ് നമ്മളെ ഏരിയയില് ക്രിസ്മസ് ഒന്നും അങ്ങനെ മിസ് പറഞ്ഞല്ലോ പറഞ്ഞിനി എന്തെങ്കിലും നടന്നില്ല. ഉണ്ടാക്കിയിട്ട് പറഞ്ഞു. അതെ ഞാനില്ല ഉണ്ടാക്കി പറഞ്ഞോ, ഞാൻ കണ്ടില്ല ഉണ്ടാക്കിയിട്ട് നമ്മളെ തന്നെയാ പറഞ്ഞെ. ഞങ്ങളതെല്ലാം ഉണ്ടാക്കി പറയുക. ഞങ്ങൾ ഉണ്ടാക്കിയ ഒന്നാമതാണല്ലോ. ഞാനും അങ്ങനെ പറഞ്ഞിട്ടില്ല. ക്രിസ്മസ് ഞാൻ ഓക്കെ, വിചാരിച്ചു വെക്കേഷൻ നെക്സ്റ്റ് എങ്ങനെ ഞാൻ വായിക്കട്ടോ. I saw വായിച്ചു Christmas ഓക്കെ, എന്തെങ്കിലും Carol. സ്പെഷ്യല്. പറയണേ. Good afternoon, ma'am and my dear friends. Hope you are fine. Today I am discussing about my Christmas vacation. I enjoyed these vacations with my family and friends. I got many unforgettable memories in this vacation. Christmas is the memory of Christ, and we celebrate it with lighten the star, making Christmas trees and decorate our homes with the wonderful colors of light and peppers. At night, Santa came to our home and sang with dance. We enjoyed well, and I got gift from Santa. At Christmas Day, we wear beautiful red dress and ate delicious food. I bought a Christmas cake, and my friends and colleagues enjoyed the Christmas in my home. I gave a lot of gift for my neighbors, and they gave wonderful gift for me. All are surprised. At evening, my kids and family went to park. Children are so enjoyed with the Christmas program. Thank you. മിസ്സിന് ഇന്നെന്തോ കാര്യമായിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. ഞമ്മക്ക് പണി തന്നിട്ട് മിസ് മുങ്ങി. അത് മിസ് പതിവ് പറഞ്ഞില്ലല്ലോ. അതെ, അതുകൊണ്ട് എന്തായി 2 ഇംഗ്ലീഷ് പഠിച്ചു പറയാൻ അത്ര തന്നെ. സത്യം. അടുത്ത ആരാ വായിക്കുന്നേ? ഹലോ, അടുത്തത് ഞാൻ വായിക്കട്ടെ. എന്ത് ചോദ്യാ? വായിച്ചോ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്നതേ. ഹലോ, വായിച്ചോ. വായിച്ചോ, കേൾക്കാം. ഞങ്ങൾ എല്ലാരും മിസ്മാരാണ്, വായിച്ചോ. നിമ്മി നിമ്മി പുതിയതാ? പുതിയത് ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് കാണായിരുന്നത്. ഇന്ന് ഞാൻ ഇത് സമയം കിട്ടിയപ്പോ കയറിയതാ. My Christmas vacation. I spent my Christmas vacation with my family and friends. We also clean and decorate our home with a beautiful Christmas tree, colorful light and star. I also played with my family and watched Christmas movies. Thank you. ഞാൻ അധികം എഴുതിയിട്ടില്ല. താങ്ക് യു. എന്നാ ഞാൻ വായിക്കേ. മംഗ്ലീഷ് വായിക്കാം. മംഗ്ലീഷ്. Good afternoon. My Christmas vacation. This year Christmas vacation is very enjoy. I am very happy with this vacation because so many Carol team come to my home with Santa Claus. It is very enjoy. We make many food with my family and we cut cake.
The children were lit the firecrackers and they make small heads here nearby church. So many program here there. We are very enjoy in this vacation. Thank you. തങ്കമണി കലക്കി. Super. This is not Manglish. This is So, English. okay. ഇംഗ്ലീഷ് പഠിച്ചു പോയി കൊച്ചു കള്ളി. ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്യാണ്ട് നമുക്ക് ഇമാജിനറി സെലിബ്രേഷൻ ചെയ്യാൻ പറ്റില്ലേ? പിന്നെന്താ 55 അത് ക്രിസ്മസിന് എന്താ ആഘോഷിക്കട്ടെന്നൊന്നും ഒന്നും ഓർമ്മയില്ല. ഞങ്ങൾ ആഘോഷിക്കാറുള്ളതാണ്. പക്ഷെ എന്റെ പിള്ളേരൊക്കെ ഇല്ലേ എന്നെ ഏടനെ ഇട്ടിട്ടേ അവര് സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മേമിന്റെ അടുത്തേക്ക് പോയി. ഒറ്റയ്ക്കായിട്ട് പിന്നെ എനിക്ക് ആരും സെലിബ്രേഷൻ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. വെരി ഗുഡ്. ഗ്രൂപ്പില് നമ്മളെല്ലാം ഫ്രീ ആയിട്ടില്ലേനാ സെലിബ്രേഷൻ ചെയ്തുകൂടേനാ? ഓൺലൈനിൽ എല്ലാം കൂടി ചേർന്നാ മതിയായിരുന്നുല്ലേ? അല്ല പിന്നെ നമുക്കിനി ന്യൂ നമ്മള് ഇയർ ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ, ഇനി ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കാം. നമുക്ക് ന്യൂ ഇയർ ഫ്രണ്ട് ആക്കാം. എവിടെ നമ്മുടെ ന്യൂ ഇയർ ആതിര? അത് എന്തെങ്കിലും ഐഡിയ പ്രോഗ്രാം പറഞ്ഞത് ആതിരയാണല്ലോ. ന്യൂ ഇയറിന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? അറിയില്ല, അതുണ്ടാവില്ലായിരിക്കും. മിസ്സിന് ശരിക്കും എന്ത് പറ്റി? സത്യം പറഞ്ഞ എന്റേതാ ഫസ്റ്റ് മിസ് കേട്ടത് ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ചിട്ട്. മിസ്സിന്റെ ബോധം പോയത് തന്നെയാ, അതിലൊരു സംശയവും വേണ്ട. ഇന്റേതും റുബിനിന്റെയും കേട്ടപ്പോഴത്തേക്കും മിസ്സിന്റെ ബോധം പോയി തോന്നുന്നു. പോയി ഇതന്നെയാ. ഞാനതാ ഒന്നും ചെയ്യാത്തത്. ഇപ്പൊ കണ്ടില്ല, ഇനി എന്നോട് ആരും ഒന്നും പറയണ്ട. ഇതെടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നി എന്തോ ഭഗവാന്. അല്ല, ക്ലാസ് കഴിയാറായല്ലോ, എന്നിട്ട് മിസ്സിനെ കാണുന്നില്ല. അതാ പറയുന്നു, മിസ് ശരിക്കും ബോധം പോയതാ മിസ്സിന്റെ. ഇനി മിസ് പറയൂല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. അയ്യോ, സംഭവാമി യുഗേ യുഗേ. വർക്കൊക്കെ എന്തായാലും ആരെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. എന്താരും വരാത്തെ? മുന്നോട്ട് വരൂ. പഞ്ഞ ആരാ അത്? ഒരു കുഞ്ഞു വാവ വന്നല്ലോ. ആരത്? ആരാ അവിടെ? ഇന്ന് ആരാ സൈൻ ഔട്ട്? അത് ഞാൻ തന്നെ പറയേണ്ടി വരും. സൈനിന് ഞാൻ ആരും പറയാനില്ലാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞേ കേറിയിട്ട്. ഞാൻ ചെയ്യാം. പ്രിപ്പയർ അല്ല. എനിക്ക് എന്തെങ്കിലും പറയുമ്പോ ഭയങ്കര ടെൻഷനാണ്. കാറ്റുന്നുണ്ടോ അങ്ങനെ? എന്താണ്? ടെൻഷൻ ആവും എന്തെങ്കിലും പറയുമ്പോ. ഭയങ്കര പേടി. സൈൻ ഔട്ട് ചെയ്യാൻ കാണുന്നില്ലല്ലോ. മിസ് ശരിക്കും എവിടെ പോയി മിസ്സേ? ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു കണ്ണാടിന്റെ ഫ്രണ്ടിൽ പോയി നിക്ക്. എന്നിട്ട് അവനവനെ നോക്കിട്ട് പറയും ടെൻഷനൊക്കെ പമ്പെടുക്കും. അവനവന് ഏറ്റവും പേടിയും. വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലല്ലോ, റെക്കോർഡേ വാങ്ങിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്യും? അതാ എന്റെ ആകെ ആശ്വാസം. റെക്കോർഡ് വാങ്ങാത്തത്. വാങ്ങിയ ഞാനിങ്ങനെ വെച്ചിരിക്കുന്നു. അല്ലേ, ഞാന് ഓൺലൈനിലേ മറ്റേ സാൻഡ് പേപ്പർ ഗോൾഡന്റെ വാങ്ങിച്ചു കേട്ടോ. അത് ലാഭമാണ്. 25 കിട്ടിയിട്ടാ 20 പകരം. അത് എത്ര എണ്ണം വേണ്ടി വരും? ഞാന് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. 20 ഓർഡർ ചെയ്തത്. പക്ഷെ 25 കിട്ടി. എനിക്ക് കിട്ടിയില്ല. 156 രൂപ കേട്ടാ. 156.
ആ ഇനി വാങ്ങണം. ഞാൻ പീടികയിൽ പറഞ്ഞത് വന്നിട്ടുള്ള പൈസ ഉള്ളൂ. ഞാൻ 80 വാങ്ങിച്ചേ. എടാ ആരാ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്? ഷൈമ ഞാന് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങി. എന്നാ അതിന്റെ ലിങ്ക് ഒന്ന് ഇടുവോ ഗ്രൂപ്പില്? ഞാൻ അടുത്തിടാം. അത് സെയിം ആണോ? കിട്ടി ഷൈമക്ക് 156 രൂപയ്ക്ക് 20 ഞാൻ ഗോൾഡന്റെ വാങ്ങിച്ചത്, ഗോൾഡൻ കളർ. മിസ് ഗോൾഡൻ അപ്പൊ കളർ. നമ്മള് സ്പെഷ്യൽ ആയിട്ട് എടാ വേറെ കട്ട് ചെയ്യണ്ട. പെയിന്റ് കടയില്ലേ, പെയിന്റ് കടയിൽ കിട്ടും കേട്ടോ. 10 രൂപയുള്ളൂ ഒരു A4 ഷീറ്റ് വലിപ്പത്തിലുള്ളതിന്. പെയിന്റ് കടയിൽ കിട്ടും, പക്ഷെ അത് റേറ്റ് കൂടുതലായിരിക്കും. ഞാൻ അതന്നെയാ വാങ്ങിയത്. ഗോൾഡൻ കളറല്ലേ? കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 80 വാങ്ങിച്ചാ മതി. 80 വേഗം കട്ട് ചെയ്യാൻ പറ്റും. കട്ടിയില്ലാത്തത്. 100നും കുഴപ്പമില്ല. 100 കൂടുതൽ പേര് 100ആണല്ലോ മേടിച്ചിരിക്കുന്നത്. കണക്ക് 80 കിട്ടീനെ. അവിടെ 100 100നും വലിയ 80 കുഴപ്പമില്ല. അതുകൊണ്ട് വേഗം കട്ട് ചെയ്യാൻ പറ്റും. 100ഉം വലിയ കുഴപ്പമില്ല. ഞാൻ 100ന്റെ ഞാൻ മേടിച്ചത്. കട്ട് ചെയ്ത് കുഴപ്പമില്ല. വെച്ചിട്ടുണ്ട്. ഇനി ഒട്ടിക്കലിന്റെ പരിപാടി ബാക്കി എടുക്കുന്നുണ്ട്. ഇത് കാർഡ്ബോർഡിനകത്ത് ഒട്ടിക്കണോ? മറ്റേ സാൻഡ് പേപ്പർ A4 ഷീറ്റ് മതി. ഒരു അല്ല, കട്ടിയുള്ള A4 ഷീറ്റ് അല്ല, പേപ്പറിൽ ഒട്ടിച്ചാൽ ചാർട്ട് മതി. ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചാലും മതി തോന്നുന്നു. മതിയോ? അത്ര കട്ടി മതിയോ? കാർഡ്ബോർഡിൽ ഒട്ടിക്കണ്ട. കീറി പോകാതിരുന്നാ മതി കട്ടി. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ചാർട്ട് കട്ടിയുള്ള ചാർട്ട് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് അതിൽ ഒട്ടിച്ചാ മതി. സ്ക്വയർ ഷേപ്പിൽ വെട്ടി 10 സെന്റിമീറ്റർ എടുത്തിട്ട് വെട്ടി കഴിഞ്ഞിട്ട് ഒട്ടിച്ചാ മതി. ഓക്കെ, താങ്ക് യു. നോർമൽ ചാർട്ട് അല്ല കേട്ടോ. നമ്മൾ സാധാരണ മേടിക്കുന്ന നോർമൽ ചാർട്ടില്ല, അധികം കട്ടി കുറഞ്ഞിട്ട് പെട്ടെന്ന് നനഞ്ഞാലൊക്കെ കീറി പോണേ, അതല്ല. അല്ലാതെ കട്ടിയുള്ള ചാർട്ട് വേറെ ഉണ്ട്. ഇച്ചിരി ശകലം വില കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോർമലിന് 5 രൂപയ്ക്കൊക്കെ കിട്ടും. ഇതിന് ഇച്ചിരി 10 രൂപ 20 രൂപയാന്ന് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഞാൻ TTC പഠിച്ചപ്പോ മേടിച്ചാ. ഞാനിപ്പോ നാട്ടിലില്ല, വിദേശത്താ. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടെയുണ്ട്. ഇവിടത്തേതിന് 3 രൂപ, ഇവിടുത്തെ 3 ദർഹം ഒക്കെ ഉള്ളു ചാർട്ടിന്. അവിടെ നാട്ടിലെ റേറ്റ് എത്രയാന്ന് എനിക്ക് അറിയില്ല. കുറെ നാൾ 5-6 വർഷം മുന്നേ ഞാൻ ഉപയോഗിച്ചിട്ട്. 30 രൂപയായിരുന്നു. 30 രൂപയോ? ഞാൻ പെയിന്റ് കടയിൽ നിന്ന് വാങ്ങിയത് 30 രൂപയോ? പണ്ട് നോർമൽ ചാർട്ടിന് 5 രൂപയും ഇതിന് 10 രൂപയോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ റേറ്റ് കൂടിയോ? പെയിന്റ് കടയിൽ നിന്ന് കിട്ടും. മറ്റേ നമ്മുടെ സാധാ കളറ് ബ്ലാക്ക് ഒക്കെ അല്ലേ കിട്ടുള്ളൂ. മാം പറഞ്ഞില്ലേ മോണ്ടിസോറിക്ക് ഗോൾഡന്റെ ആണെങ്കിൽ നന്നു. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ നോക്കിയത്. വെറൈറ്റി ഞാൻ നോക്കിയതാണ്. റെഡും ബ്ലാക്ക് എല്ലായിടത്തും കൂടുതലും ബ്ലാക്കേ കിട്ടുള്ളൂ. റെഡും ഗോൾഡും ഒക്കെ കിട്ടാൻ പാടാ. ഓൺലൈനിൽ വരുത്തണം തോന്നുന്നു. അല്ലല്ല, റെഡും ബ്ലാക്കും റെഡില്ലേ? ഞാൻ ചോദിച്ചിട്ട് ഇവിടുത്തെ കടയിൽ ബ്ലാക്കേ ഉള്ളൂ. അതുകൊണ്ട് ബ്ലാക്കാ ഞാൻ മേടിച്ചത്. അതെ, 12:30 കഴിഞ്ഞു. എല്ലാരും കൂടി സൈൻ ഔട്ട് ചെയ്ത് പിരിയാ. അല്ല, മിസ് വരാണ്ടല്ലോ ചെയ്യാ. നമുക്ക് മിസ് വരുന്നവരോടെ സത്യാഗ്രഹം ഇരിക്കാം. മിസ്സിനെ അറിയാതെ ലെഫ്റ്റ് ആയി പോവോ വല്ലതും ചെയ്തോ? മിസ് അറിഞ്ഞില്ലേ? അറിയാത്ത എന്തെങ്കിലും സംഭവിച്ചു? എല്ലാരും പോയോ? ഞാനിവിടെ ഉണ്ട്, പോയില്ല. എങ്കിൽ ഇത്രയും സമയം നമ്മള് സഹിച്ചു നിന്ന എല്ലാവർക്കും ബൈ. സൈൻ ഔട്ടും കഴിഞ്ഞു. റെക്കോർഡ് തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട്, തൊട്ടിട്ടില്ല. എനിക്കൊരാശ്വാസത്തിന് വേണ്ടിയാ ചോദിച്ചേ.
2-3 പേരൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എന്ന് പേടിക്കേ പറയുന്നത് വേണ്ട. കേട്ടു. ഒരു വല്ലാത്തൊരു ടെൻഷൻ. ഞാനിപ്പം ദുബായിലാ. അപ്പം അടുത്ത മാസം ഫസ്റ്റ് വീക്കിലെ നാട്ടിൽ വരുവുള്ളൂ. അപ്പം വന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് റെക്കോർഡ് ഞാൻ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് വേണം അതിന്റെ തുടങ്ങാൻ. ആരെങ്കിലും എല്ലാം കൂട്ടുണ്ടോ കണ്ട് വരുമ്പോ? അല്ല എല്ലാം കണ്ടുപിടിച്ചൊക്കെ വെച്ച് സ്ക്രീൻഷോട്ട് ഒക്കെ ആക്കി വെച്ചിരുന്നാ മതി. അപ്പൊ കൊണ്ടുവരുമ്പോഴേ എഴുതാമല്ലോ, ഈസി ആവും. ഓക്കെ. ഫോട്ടോസ് ഒക്കെ ടൈം ഏകദേശം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ട് തൊട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്രേസാ. അപ്പൊ ഞാനിങ്ങനെ കുഞ്ഞിലെ പഠിച്ചോണ്ടിരുന്നപ്പോൾ തൊട്ടുള്ളതെല്ലാം എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അനിയത്തിയുടെ ഒക്കെ ആണേലും ഉണ്ട്. അതിപ്പോ അതുകൊണ്ട് ഉപകാരപ്പെട്ടു. അതൊക്കെ ഉപകാരപ്പെട്ടു. എനിക്ക് ഇങ്ങനെ കളക്ഷൻ ആണ് എന്റെ മെയിൻ ഹോബി. അപ്പൊ അതുകൊണ്ട് ഈ പഴയ മാസികയിലൊക്കെ ആവശ്യം വന്നാലോ എന്ന് കരുതി പഴയ പുസ്തകമൊക്കെ പഴയതായി കഴിയുമ്പോൾ മാസികയൊക്കെ കാണുമ്പോൾ ഞാൻ വെട്ടി ചുമ്മാ വെക്കും. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ഓർത്ത്. എനിക്ക് എന്റെ മോളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ കുറെ കിട്ടി. വേറെ മേടിക്കേണ്ടി വന്നില്ല അഡീഷണൽ. എനിക്ക് ഇവിടെ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നാട്ടിൽ പോണ കാര്യം പെട്ടെന്നാ പ്ലാൻ ചെയ്തേ. അതുകൊണ്ട് 1-2 പടമൊക്കെ ഞാൻ മേടിച്ചു. കുറച്ച് മെനക്കെട്ടു മേടിക്കാൻ വേണ്ടി. കാരണം ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാ. കട്ടിയുള്ള ഒരു സൈസ്. ബുക്ക് സ്റ്റോളിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മാളിലെ ബുക്കിന്റെ സെക്ഷനിൽ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ അവര് തപ്പിപ്പറക്കാൻ തരും അവിടെ നിന്ന്. എന്റെ പൊന്നെ, ഞാൻ 2-3 കടയിലൊക്കെ കേറി ഇറങ്ങി. അവസാനം ലുലു പോയിട്ടാണ് മേടിച്ചത്. അതോ മെനക്കേടാ. അവരൊരു ഓർഡർ ഇല്ലാതെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുവാണ് ഷെൽഫൊക്കെ. അപ്പൊ നമ്മൾ അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തപ്പി എടുക്കണം. അത് മേളിൽ ഇരിക്കുന്ന എല്ലാം വെയിറ്റ് ഉള്ള ബുക്കാ. അതെല്ലാം താഴെ എടുത്ത് വെച്ചേച്ച് പിന്നെ തപ്പി അവിടെ എടുക്കണമായിരുന്നു. നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. സെയിൽസ് അവിടെ അങ്ങനെ ഞാൻ ആൾക്കാരൊന്നും ലെഫ്റ്റ് ആവുകയാണെ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ബൈ, ടാറ്റ. ഓക്കെ. പിന്നെ നമുക്കും പോവാം. ആര്യ റെക്കോർഡ് മാത്രമേ എഴുതാത്തുള്ളൂ, ബാക്കിയെല്ലാം ചെയ്തോ? ഞാൻ റെക്കോർഡ് തുടങ്ങി കേട്ടോ. മറ്റേ സാൻഡ് പേപ്പർ എനിക്ക് കിട്ടിയില്ല. ഞാൻ പോയി നോക്കി കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ചാർട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. സാൻഡ് പേപ്പറിന്റെ തുടങ്ങിയില്ല. പിന്നെ റെക്കോർഡ് തുടങ്ങി. മറ്റേ പടം വരയ്ക്കുമായിരുന്നു അതോ ഒട്ടിക്കുമായിരുന്നു ചെയ്തേ? അത് ഫെറ്റൽ സ്റ്റേജസ് അത് ഞാൻ വരച്ചു. വരച്ചിട്ട് എഴുതി. അതും ഹാൻഡ് വാഷും വരച്ചു. വരയ്ക്കാൻ അറിയാമോ? അറിഞ്ഞൂടാ, പിന്നെ പറയാവുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്തു. ഞാൻ കൂടുതലും പ്രിന്റ് എടുക്കുക. ഇനി എന്നൊരു കസിൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ കൊച്ച് എനിക്ക് വരച്ചു തരാന്ന് പറഞ്ഞു. ഫെറ്റൽ സ്റ്റേജസ് മാത്രം. ബാക്കിയെല്ലാം ഞാൻ പ്രിന്റ് എടുക്കുമായിരുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്തേച്ച് കടയിൽ കൊണ്ട് കൊടുത്ത് പ്രിന്റ് എടുക്കുമായിരുന്നു. ഇവിടെ 1 ദർഹമൊക്കെ ഉള്ളൂ. 1 രൂപ 2 രൂപയൊക്കെ ഉള്ളൂ ഇവിടുത്തെ പ്രിന്റ് എടുക്കാൻ. എനിക്ക് പോവാൻ ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് വരച്ചു. ക്ലാസ് റെക്കോർഡ് ചെയ്യുവാണോ? അല്ലെ റെക്കോർഡിംഗ് ഓൺ ആണോ? അറിയാവോ? ചിലപ്പോ ആയിരിക്കും, അറിയാൻ വയ്യ കേട്ടോ. എനിക്ക് തോന്നണം നമുക്ക് ലീവ് ചെയ്യുന്നതാ നല്ലത്. കാരണം ഇത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. അതാ. എങ്കിൽ ഓക്കെ, ബൈ. ഓക്കെ, ഗ്രൂപ്പിൽ കാണാം. ഓക്കെ, ബൈ.